ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ചുള്ള കരസേനാ മുൻ മേധാവി എം നരവനെയുടെ വെളിപ്പെടുത്തൽ ലോക്സഭയിൽ ഉന്നയിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കം തടഞ്ഞു ഭരണപക്ഷം. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ നേരിട്ടത് അമിത്ഷായും രാജ്നാഥ് സിംഗും. ഭരണ പ്രതിപക്ഷ വാഗ്വാദങ്ങളിൽ ലോക്സഭ 3 തവണ തടസ്സപ്പെട്ടു. The tanks were within a few hundred meters of Indian positions on the Kailash range. No sir, no sir, no sir. We only started. यदि प्रकाशित हुई है तब तो आप उसका उल्लेख करिए, नहीं प्रकाशित हुई है तो उल्लेख करने का कोई औचित्य नहीं है. ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കരസേനാ മുൻ മേധാവി എം നരവനെ തന്റെ പുസ്തകത്തിൽ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തുടങ്ങിയത്. ഉടൻ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എഴുന്നേറ്റു. പുറത്തിറങ്ങാത്ത പുസ്തകത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത്തരം വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. രാഹുലിനെ സ്പീക്കർ തടയണമെന്ന് അമിത്ഷായും രാജ്നാഥ് സിംഗും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സഭയിലുണ്ടായിരുന്നു. നരവനെയുടെ വെളിപ്പെടുത്തൽ സഭയ്ക്കുള്ളിൽ പറയുക തന്നെ ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തതോടെ ലോക്സഭയിൽ കണ്ടത് ഭരണ പ്രതിപക്ഷ വാഗ്വാദം. वह पुस्तक आज तक कभी प्रकाशित हुई ही नहीं, इसका वह उल्लेख कर रहे हैं. मैगजीन तो कुछ भी लिख सकता है. പ്രതിപക്ഷ നേതാവ് തന്റെ ഉത്തരവാദിത്വം മറക്കുകയാണെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന് രാഹുൽ ഗാന്ധിയും തിരിച്ചടിച്ചു. ഇതേ ചൊല്ലിയുള്ള ബഹളത്തിൽ ലോക്സഭ 3 തവണയാണ് തടസ്സപ്പെട്ടത്. നരവനെയുടെ പുസ്തകത്തെക്കുറിച്ച് കാരവൻ മാഗസിനിൽ വന്ന ഭാഗങ്ങൾ ഉന്നയിക്കാനുള്ള രാഹുലിന്റെ നീക്കവും ഭരണപക്ഷം തടഞ്ഞു. സഭാചട്ടം ലംഘിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് വ്യക്തമാക്കി സ്പീക്കർ അഖിലേഷ് യാദവിനെ സംസാരിക്കാൻ വിളിച്ചെങ്കിലും അഖിലേഷ് യാദവ് എഴുന്നേറ്റില്ല. രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ നിലപാട്. അങ്ങനെ വലിയ ബഹളത്തിനൊടുവിലാണ് സഭ നാളത്തേക്ക് പിരിഞ്ഞത്. PR സുനിൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.